റമദാൻ വരികയാണ്. അപ്പൊ ഇനി ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടണമെന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു അണുമണി തൂക്കം നന്മയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, തിന്മയാണെങ്കിലും അതിനെക്കുറിച്ച് വിചാരണയുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വ്യക്തമായി പറഞ്ഞു തരുമ്പോ, ഹജ്ജ് ചെയ്ത ഹാജിയാരാകട്ടെ, പള്ളിയിലെ ഇമാമാകട്ടെ, പഠിച്ചവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നമുക്ക് പേടിയില്ല. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നടക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ഇയ്യാകും വൽ മുഹഖിറാത്തി ദുനൂബ്. നിങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണേ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അതെങ്ങാനും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അത് ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുന്നവന് അത് പാപമാണെന്നുള്ള ബോധം പോലുമില്ലല്ലോ, അവന് പാപമാണെന്ന് അംഗീകരിക്കുന്നില്ലല്ലോ. അല്ലാഹുവേ, ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ട് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ കുറ്റബോധമില്ല, പ്രയാസമില്ല, വേദനയില്ല. അങ്ങനെ നിനക്ക് ഒരു ബോധവും നിന്റെ മനസ്സിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നാശത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാപങ്ങൾ ചെയ്തിട്ടൊരു കുറ്റബോധമില്ല, പടച്ചവനെ ഇത് നാളെ മറുപടി പറയണമല്ലോ എന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലെങ്കിൽ അത് നാശത്തിന്റെ അടയാളമാ, അത് നാശത്തിന്റെ അടയാളമാ. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കുന്ന, ഉസ്താദേ മരണം കാണുന്നുണ്ട്, ഒരുപാട് വാഴ കേൾക്കുന്നുണ്ട്, ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്, എന്തേ പടച്ചവനെ നന്നാകാൻ കഴിയാത്തത്? മനസ്സിലെ മാറ്റം വരുന്നില്ലല്ലോ, നന്നാകണമെന്ന് തോന്നുന്നില്ലല്ലോ. ഈ നിരന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഇതേതു മാസമാണെന്ന് നിനക്കറിയുമോ? ശഅബാനു ശഹ്രീ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമായിരുന്നില്ലേ? ഇത് മുത്തുനബിയുടെ മാസമായിരുന്നില്ലേ? ഇതിന്റെ മഹത്വം അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്നിട്ടും പടച്ചവനെ ഇലക്ഷന്റെ പ്രചരണവുമായി രാവും പകലും ഓടി നടക്കുകയാ. ഏതോ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി, വിജയിക്കുന്നതിന് വേണ്ടി. ഒന്നുകിൽ അവൻ ജയിക്കുമല്ലെങ്കിൽ പരാജയപ്പെടും. പരാജയപ്പെട്ട വീടിന്റെ അകത്ത് പോയിരിക്കും. വിജയിച്ചു കഴിഞ്ഞാ ടാറ്റയും കാണിച്ച് അവനവന്റെ വഴി നോക്കും. പക്ഷേ നിനക്കെന്ത് നേടാൻ കഴിഞ്ഞു? നീ എന്താണ് നേടിയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്തുകൊണ്ടാണ് നിസ്കാരത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും നല്ല കാര്യങ്ങളുടെ ഒരു മാധുര്യം നിനക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടെന്നറിയുമോ? യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പടച്ചവനെ പനി പിടിച്ചു കഴിഞ്ഞാൽ ആ പനി പിടിച്ചവന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടുകൊടുത്താലും ഓനൊന്നും തോന്നാറില്ല. കാരണം പനി വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോകും. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മന്തി ബിരിയാണി കൊണ്ടുകൊടുത്താലും പനിയുള്ളവന് കഞ്ഞിയും പറ കൊടുത്താലും എല്ലാം കണക്ക് തന്നെ, കാരണം നാവിന്റെ രുചി പോയി. ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്ത് ചെയ്ത് ഹൃദയം കറുത്തുപോയവന് പിന്നെ ഒന്നും അങ്ങോട്ട് കയറാറില്ല. ഈമാനിന്റെ മാധുര്യം, ഇബാദത്തിന്റെ മാധുര്യം അവന് ലഭിക്കില്ല എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കള്ളു കുടിക്കാൻ നമുക്ക് പേടി, വ്യഭിചരിക്കാൻ പേടി, പലിശ തിന്നാൻ പേടി, ഇതൊക്കെ നമുക്ക് പേടിയാ. എന്നാ വേറെ ചില പാപം പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ ചില പാപം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് യാതൊരു പേടിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ദഅതനി ഉമ്മി യൗമൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലിരിക്കുക. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ മകനോട് പറഞ്ഞു, വീടിന്റെ പുറത്ത് നിൽക്കുക ആമിർ നിങ്ങൾ. ഉമ്മ പറഞ്ഞു, വാ മോനെ, ഇങ്ങ് കയറി വാ, നിനക്ക് ഞാനൊരു സാധനം തരാം, വാ. ഇങ്ങനെ വിളിച്ചു.
നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ വിളിക്കാറുണ്ട്. ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, മോനെ ഇങ്ങ് വാ, നിനക്ക് ഞാനൊരു സാധനം തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീടിന്റെ അകത്തിരിക്കുക. അപ്പോഴാണ് ആ ഉമ്മ മകനെ വിളിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഫഖാല ലഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അറതി അൻ തുഅതി, എന്ത് കൊടുക്കാനാ വിളിച്ചത്? എന്തെങ്കിലും കൊടുക്കാൻ വിളിച്ചതാണോ? അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നബിയേ, അവിടെ നിന്ന് പറഞ്ഞു, കാലത്തു ഉഅതിയത്തു തംറത്തൻ, ഒരു കാരയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാ ഇന്നകി ലൗ ലം തുഅതീഹി ശൈഅൻ കുതിബത് അലൈഹി കിദുബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മകന് നിങ്ങൾ ഒന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ, വീടിന്റെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കണ മക്കളെ വിളിച്ചിട്ട് ഉമ്മ പറയും, വാടാ മോനെ മൊബൈൽ തരാം, ഇവാ നിനക്ക് ഞാൻ മൊബൈൽ തരാം, നിനക്ക് ഗെയിം കളിക്കാൻ അത് മേടിച്ചു തരാം, ഇത് മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ വീടിന്റെ അകത്ത് വിളിക്കും. നമ്മുടെ ഉമ്മമാര് ചിന്തിച്ച് നോക്കിക്കേ, ഭക്ഷണം കഴിക്കുക, വൈകുന്നേര സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വീടിന്റെ പുറത്തിറക്കി നിർത്തിയിട്ട് ആകാശത്ത് കാണുന്ന അമ്പിളിയമ്മാവനെ കാണിച്ചിട്ട് പറയും, മോനെ ചോറുണ്ട്, ഞാൻ ഇത് പിടിച്ചു തരാന്ന്. ഖിയാമത്ത് നാൾ വരെ ഏതെങ്കിലും ഒരു ഉമ്മ ഇത് പിടിച്ചു കൊടുക്കുവോ? ആകാശത്ത് കാണുന്ന നക്ഷത്രത്തിന് നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു മക്കളെ പറ്റിക്കുന്ന ഉമ്മമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കുട്ടികളോട് പോലും, ഉദാഹരണം പറഞ്ഞ പള്ളിയുടെ പിരിവ്, മദ്രസയുടെ പിരിവ് എനിക്ക് ബന്ധപ്പെട്ട് വീട്ടിൽ പോകുമ്പോൾ വാപ്പ വീടിൻ്റെ അകത്തിരിക്കുന്നുണ്ട്, മോനോട് പറയും, ഉമ്മ പറയും, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ. ഹയാത്തിൽ ജീവനോടെ വീടിനകത്തിരിപ്പുണ്ട്. പാപ്പായും മോനും കൂടെ ഇങ്ങനെ ഇരിക്കുക, ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഇരിക്കുമ്പോഴാ ഫോൺ അടിക്കണേ. ഓ വിളിക്കുന്നടാ അബൂബക്കർ, വിളിച്ചിട്ട് പറ ഇവിടെ ഇല്ല, ഉറങ്ങാന്ന് പറഞ്ഞേക്കാൻ. പാപ്പ ഹയാത്തിൽ ഇരുന്നിട്ട് ഞാനും നിങ്ങളും കള്ളം പറയാൻ ഒരു മടിയും നമുക്കില്ല. എന്നാൽ ഇതിന് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന് നാളെ പന്നിയുടെ തലയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ പന്നിയുടെ കോലത്തിൽ അവന്റെ തല, പന്നിയുടെ തലയെ അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാ. കള്ളം പറയുന്നവന് പടച്ചിറപ്പ് കൊടുക്കുന്ന ശിക്ഷ ഇതാ. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നാവെടുത്ത കള്ളം മാത്രം പറയുന്നവർ. ഇത് പാപമായിട്ട് ഞാൻ നിങ്ങൾ ഈ മൈക്ക് കെട്ടി ഈ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞേക്കൊന്ന് ഓർത്തു വയ്ക്കങ്ങളൊക്കെ. എന്താപ്പാ പറഞ്ഞില്ലേ? അള്ളാഹു നമുക്ക് ഈ പുറത്തുവരുമാറാകട്ടെ. എന്തേ ആമീൻ പറയൊരു ബുദ്ധിമുട്ട് അല്ലേ? ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുവോ? ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? എടാ, ഹജ്ജ് ചെയ്ത കള്ളു കുടിച്ചവൻ അല്ല പുറത്തു കൊടുക്കും, വ്യഭിചരിച്ചവൻ അല്ല പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അല്ല പുറത്തു കൊടുക്കും, ചിറുക്ക് ചെയ്തവൻ വേണമെങ്കിൽ അല്ല ഉദ്ദേശിച്ച പുറത്തു കൊടുക്കും. ഈ പച്ചയിറച്ചി തിന്നവൻ എവിടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എടാ, ഞാൻ ഇരിക്കണ ഈ സ്റ്റേജിരിക്കണ ഹാജിയാക്കാരന്മാരെ കുറിച്ചിട്ട്, ഇവരെ കുറിച്ച് മോശമായി പറഞ്ഞിട്ട് ഞാൻ ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം ഈ ചങ്ങായിമാരുടെ കൈ പിടിച്ച് പൊരുത്തം ചോദിക്കണം. ഇവര് പൊരുത്തപ്പെട്ടാലേ എനിക്ക് സ്വർഗം തന്നെ കിട്ടത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് വേറെ വിഷയം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം പെണ്ണിന്റെ ഒരു മുടി ഔറത്താണെന്ന്. ഈ വഴുതിന് വന്നിരിക്കണ താത്താമാർ ഇപ്പൊ തലയെ തുണിയിട്ടിട്ടുണ്ടോന്ന് പോയി നോക്കിക്കേ. എല്ലാവരും നിങ്ങൾ അലസിക്ക്. ഹറാം ഇതൊക്കെ നമുക്കറിയാം, എന്നാലും ഒരു മടിയുമില്ല. പാപ്പ കള്ളു കുടിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ തൊട്ടിട്ടില്ല ഉസ്താദേ, ജീവിതത്തിൽ തൊട്ടിട്ടില്ല. പാപ്പ അതിനെക്കാളും വലുതാ ചെയ്തുകൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞു വന്നത്, വലിയ പാപങ്ങൾ കുറവാ, പക്ഷെ വൻപാപങ്ങൾ ആവശ്യത്തിന് നിന്റെ പണ്ടം നിറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമളാന് പടിവാതിലിൽ വന്ന് നിൽക്കുകയാണ്. ആ റമളാന് കടന്നു വരുമ്പോൾ അതിനെ നിനക്കൊന്ന് സ്വീകരിക്കണമെങ്കിൽ നിന്റെ മനസ്സും ശരീരവും ശുദ്ധമാക്കണമല്ലോ. നല്ല മനസ്സോടുകൂടിയല്ലേ റമളാനിനെ സ്വീകരിക്കേണ്ടത്. ആ റമളാനിന് വേണ്ടി ഒരുങ്ങണമല്ലോ. ഈ സദസ്സിലിരിക്കുന്ന ബാപ്പമാരോട്, ഉമ്മമാരോട്, നിങ്ങളുടെ മാതാപിതാക്കള് റജബ് മാസം കടന്നു വന്നപ്പോൾ വീടിന്റെ പരിസരത്തുള്ള പുല്ലുകൾ മുഴുവനും പറിച്ചു മാറ്റുകയാണ്. അതാ വീടും പരിസരവും മുഴുവനും വൃത്തിയാക്കുകയാണ്. ചെലന്തിവല അടിക്കുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയുകയാണ്. എന്നിട്ട് മനോഹരമായി വീടും പരിസരവും ഒരുക്കുന്നത് കണ്ടപ്പോ നമ്മൾ തന്നെ ചോദിക്കുന്ന, ഉമ്മ എന്തെങ്കിലും
പ്രത്യേകതയുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ? ആ സമയത്ത് ഉമ്മ പറയുമായിരുന്നു, മോനെ റജബ് വന്നടാ, റമളാൻ വരാൻ പോകുകയാണ്. ആ പരിശുദ്ധമായ റമളാനിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒരുക്കിയിരുന്ന ഉമ്മയുടെയും വാപ്പയുടെയും മക്കളായ ഞാനും നിങ്ങളും ഇനി കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ഇതുവരെ നമ്മൾ ആരും ഒരുങ്ങിയിട്ടില്ല, നമ്മൾ ആരും നന്നായിട്ടില്ല, നമ്മൾ ആരും ശുദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവസാന സമയത്തൊരു എളുപ്പവഴി പറഞ്ഞു തരാ. പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? പൈസ ചെലവില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, ദുരിതമില്ലാതെ, പ്രയാസമില്ലാതെ പെട്ടെന്ന് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പൊറുക്കണോ? ആ പൊറുക്കാനുള്ള വഴികളാണ് പറയുന്നത്. 10 നന്മകൾ പറഞ്ഞു തരാ. ഒരു 10 നന്മകൾ ഞാൻ പറഞ്ഞു തരാ. ഒരു കഷ്ടപ്പാടുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന 10 നന്മകൾ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്താ അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാൻ വരുന്നതിന് മുമ്പ് പാപം പൊറുക്കാനുള്ള എളുപ്പവഴി. അതാണ് എല്ലാവരും എളുപ്പവഴിയാ നോക്കണേ. പ്രയാസമുള്ള വഴി ആർക്കും വേണ്ട. രാത്രി നിസ്കരിക്കണമെന്നോ, തലകുത്തി നിൽക്കണമെന്നോ, പള്ളിക്ക് പൈസ കൊടുക്കണമെന്നോ ഒന്നുമല്ല. എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള 10 വഴികൾ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 10 പറയാമെന്ന് ഞാൻ വാക്ക് പറയൂല. എൻ്റെ ട്രെയിൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിർത്തിയേക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഉള്ളത് ജീവിതത്തിൽ ചെയ്യുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കുക. ഒരു മത്സരത്തിനെങ്കിലും. ശരി, അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാപം പൊറുക്കാനുള്ള 1ാമത്തെ എളുപ്പവഴി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ മുഅദ്ദിൻ യുഗ്ഫർ ലഹു മദാ സൗതിഹി ويشهد له كل رطب ويابس وشاهدا. പാപം പൊറുക്കാനുള്ള 1ാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അതായി പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പടച്ചവനെ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സർവചരാചരങ്ങള്, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, കല്ലുകളാകട്ടെ മണ്ണുകളാകട്ടെ നാൽക്കാലികളാകട്ടെ ഇഴജന്തുക്കളാകട്ടെ വൃക്ഷത്തിന്റെ ഇലകളാകട്ടെ, ആ മനുഷ്യന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും ബാങ്ക് വിളിച്ചവന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ബാങ്ക് വിളിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ആ ബാങ്ക് വിളിക്കണ മനുഷ്യനെ പോലും പരിഗണിക്കാറില്ല. പള്ളിയിലെ ഖത്തീബിന് വലിയ പവറാ, പള്ളിയിലെ പ്രസിഡന്റിന് വലിയ പവറാ, മുദരിസിനും അതുപോലെ തന്നെ മദ്രസയിലെ ഉസ്താദന്മാർക്കൊക്കെ വലിയ പവറാ. പക്ഷേ ആ ബാങ്ക് വിളിക്കണ സാധു ഇല്ലേ, മുക്രി മുഅദ്ദിൻ, ഒരു പരിഗണനയില്ല. ആ മനുഷ്യനൊരു പരിഗണനയുമില്ല. ചങ്ങായിമാരെ, ആ മനുഷ്യന്റെ മഹത്വം എന്തെന്നറിയോ നിങ്ങൾക്ക്? ഈ പള്ളിയിലെ ഏറ്റവും ബാങ്ക് വിളിക്കണ മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മഹത്വം എന്തറിയോ? ആ മനുഷ്യന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പള്ളിയിൽ പ്രസിഡന്റ് ആകാൻ വേണ്ടി വോട്ട് പിടിക്കണ കാലവാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഇലക്ഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തിന്? അള്ളാടെ പള്ളിയിൽ ശമ്പളമില്ലാത്ത ജോലിയാ പ്രസിഡന്റ് സ്ഥാനം. ഇവിടെ വോട്ട് എങ്ങനെ, ഇവിടെ എങ്ങനെ ആണോപ്പ? അല്ലാഹു അലം. പള്ളിയൊക്കെ വലുതാ, അല്ലാഹു കാക്കുമാറാകട്ടെ.
ആലോചിക്ക്, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കണ പോലെ അബൂബക്കറെ വോട്ടെനിക്ക്, ഉസ്മാനെ വോട്ടെനിക്ക് കേട്ടാ, നമ്മൾ വോട്ട് പിടുത്തം. പൊന്നാര ചങ്ങാതി, ഈ ബാങ്ക് വിളിക്കണ ചങ്ങാതി ഉണ്ടല്ലോ മുഅദ്ദിൻ, ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇലക്ഷൻ നടന്നേനെ. എന്തിന്? ബാങ്ക് വിളിക്കാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിൽ നമ്മളൊന്നും പരിഗണിക്കാറില്ല, ആരും ആ സാധുവിനെ പരിഗണിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും, എല്ലാം തട്ടല്ല, പാവത്തിനെ ഒരു പരിഗണനയുമില്ല. പള്ളി കമ്മിറ്റിക്കാരൊക്കെ പഠിക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു ഇപ്പോഴാണ് ഖാദിമീങ്ങൾക്കൊക്കെ എന്താണ് ഖിദ്മത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏതെങ്കിലും ഒരു പള്ളിയുടെ പ്രസിഡന്റ് ബാത്റൂമുകൾ കഴുകണ കണ്ടിട്ടുണ്ടെങ്കിൽ, പള്ളി തൂക്കണ കണ്ടിട്ടുണ്ടാ? ഓൻ വിചാരിച്ചിരിക്കണത് ഖാദിം എന്ന് പറഞ്ഞ വേറെ എന്താന്നാ, കറങ്ങണ കസേരയിൽ ഇരുന്നിട്ട് കറങ്ങാ. പള്ളിയിലെ ഖത്തീബിനെ വിളിച്ചിട്ട് അസറിനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഫാത്തിഹ ഓതാൻ അറിയാത്തവനാ, ഇമാമിനെ വരച്ചവരെ നിർത്തണേ. വല്ല കല്യാണമോ മരണോ വന്നാ എല്ലാരും വരണം പ്രസിഡന്റിന്റെ മുന്നിൽ, സെക്രട്ടറിയുടെ മുന്നിൽ. അങ്ങനത്തെ അധികാരമായിട്ട് കറങ്ങിയിരുന്ന ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ അവസ്ഥ ഇപ്പം എന്തെന്നറിയോ? പടച്ചോനെ, വെള്ളിയാഴ്ച പള്ളിക്ക് നാളെ ജുമഴയ്ക്ക് പോകുമ്പോ നമ്മളെ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്, 2 മലക്കുകൾ പള്ളിയുടെ കവാടത്തിൽ നിൽക്കും. ആദ്യം വരുന്നവന് ഒട്ടകത്താറത്ത പ്രതിഫലം, ഇങ്ങനെ നേരത്തെ വരുന്നവന്റെ പ്രതിഫലം എഴുതാൻ 2 മലക്കുകൾ നിൽക്കുന്നു. ഉസ്താദന്മാരൊക്കെ എത്ര വഴുതു പറഞ്ഞു, ആരും കണ്ടിട്ടില്ല. ഇപ്പൊ കാണാൻ പറ്റും. ജമാഅത്തിന്റെ പ്രസിഡന്റ് ഒരു പേപ്പറും കൊണ്ട് നിൽക്കുക. എന്താ പേര്? സിറാജുദ്ദീൻ. ഫോൺ നമ്പർ പറ, എഴുതി വെച്ചു. സെക്രട്ടറി അപ്പുറത്ത് നിൽക്കുന്ന, കയ്യിൽ സാനിറ്റൈസ് അടിക്കാൻ. ഖജാൻജി അപ്പുറത്ത് നിൽക്കുക, പനിയുണ്ടോ എന്ന് നോക്കാൻ. അള്ളാഹു കാണിച്ചു കൊടുത്തു പണി എന്താന്ന്. അള്ളാഹു കാണിച്ചു കൊടുത്തില്ലേ? ഇപ്പൊ എന്താ പള്ളിയിലെ കമ്മിറ്റിക്കാരുടെ ജോലി എന്താ? വാതിലി നിന്നിട്ട് എഴുതടാ. കല്യാണ വീട്ടിൽ പേപ്പർ വെച്ച് എഴുതുന്ന പോലെ എഴുതാൻ. എന്താ ഖാദിമ, എന്താ ഖിദ്മത്ത് എന്നുള്ള പഠിപ്പിച്ചോണ്ടിരിക്കുക. ഇനി പഠിച്ചില്ലെങ്കിൽ ഇവനൊക്കെ കൊണ്ടൊക്കെ അള്ളാഹു കക്കൂസ് വരെ കഴിപ്പിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എനിക്ക് ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറി ആരാന്ന് അറിയാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഞാൻ ധൈര്യമായിട്ട് പറയും. ആരാന്ന് എനിക്കറിയില്ല, വല്ലാഹി അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചല്ല, ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതാ. പള്ളിയിലെ ഉസ്താദിന്റെ ശമ്പളം പോയി, ലോക്ക്ഡൌൺ വന്നപ്പോ പകുതി വെട്ടി. മാസവരി മേടിക്കാൻ അറിയാം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം. പക്ഷെ ആ പാവപ്പെട്ടവന്റെ കഞ്ഞിക്കകത്ത് കല്ലും മണ്ണും വാരിയിട്ടു. എവിടെ കൊണ്ട് തീർക്കും? അവസാനം ഉസ്താദന്മാര് ഗതിയില്ലാതെ മുഅല്ലിമീങ്ങൾ ചുമട്ടുപണിക്ക് പോകുന്നവരുണ്ട്, ആശാരിയുടെ കൂടെ പോകുന്നവരുണ്ട്. എവിടെ കൊണ്ട് തീർക്കും ഈ പാവമൊക്കെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് പറഞ്ഞാൽ പിന്നെ ഒരു വയൽ അങ്ങോട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ എന്നെ എന്തിനാ വിളിച്ചെന്ന് ഇവർ ചിന്തിക്കും. അള്ളാഹു പൊറുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനോട് പറയുകയാ, നിങ്ങൾ പ്രയാസപ്പെടണ്ട. നാട്ടുകാരെ നിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിലും, നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടണ്ട. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, നാളെ ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോദി കഴിയുമ്പോ ആ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അതാ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പിൻതാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ ഇങ്ങനെ 41 വിഭാഗത്തിൽ ഉടുതുണിയില്ലാതെ ആണും പെണ്ണും ഇങ്ങനെ വരികയാണ്. എല്ലാവരും പേടിയില്ല, എല്ലാവരും ഭയത്തിലാണ്. തലതാട്ടി പിടിച്ചിട്ട് കരയുകയാണ്. യാ വൈലത്താ, യാ ഖസറതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. ആരാണ് നബിയേ? ആരാണ് നബിയേ? പേടിച്ചു വിറച്ചുകൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകത്ത് തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരുന്ന 2 വിഭാഗം ആരാണെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ അവരാരെന്നറിയുമോ? ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പള്ളിയിലെ ഇമാമല്ല, ജീവിതത്തിൽ ഒരുപാട് ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനുമല്ല, നോമ്പ് പിടിച്ചവനല്ല, നിസ്കരിച്ചവനല്ല. അല്ലാഹുവിന്റെ പരലോകത്ത് തലയ്ക്ക് നീളം കൂടിയിട്ട്
തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? ഈ പള്ളിയിലെ മുഅദ്ദിനിന്റെ മുഖം നിങ്ങൾ ഓർത്തു വെച്ചോ. ഈ പള്ളിയിലെ മുഅദ്ദിനിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. ഒന്നാമത്തെ മനുഷ്യന് ബാങ്ക് വിളിച്ച മുഅദ്ദിനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവനാരാ? അത് പള്ളിയിലെ മുഅദ്ദിനാ. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യൻ അദ്ദേഹമാ. അതുകൊണ്ടാ ഉമർ തങ്ങൾ പറഞ്ഞത്, എനിക്ക് ഭരണാധികാരിയുടെ തിരക്കില്ലായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാകുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, ശമ്പളം കൊടുത്ത് ഒരാളെ പള്ളിയിൽ നിർത്തിയിട്ടുണ്ടല്ലോ, ആ മനുഷ്യനല്ലേ ബാങ്ക് വിളിക്കാൻ പറ്റൂ? ഞങ്ങൾക്ക് അതിനെ കഴിയില്ലല്ലോ. പഠിച്ചവനെ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് പറയുന്നു, സിറാജ് ഉസ്താദ്, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ പാപം പുറക്കുന്നത്? ആരാ പറഞ്ഞത് ബാങ്ക് വിളിക്കാൻ കഴിയില്ലെന്ന്? ആരാ പറഞ്ഞത് ബാങ്ക് വിളിക്കാൻ പറ്റില്ലെന്ന്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ ആ പറയുന്നത് പോലെ നിങ്ങളും പറയണേ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നീ കേൾക്കുമ്പോ പറയണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീയും പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ. നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കാൻ പറ്റാത്തവൻ ബാങ്ക് വിളി കേൾക്കുമ്പോ കൂടെ അതുപോലെ തന്നെ പറ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ ആരാപ്പ പറയണേ? എടാ, പള്ളിക്കകത്തുനിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, പിന്നല്ലേ ബാക്കിയുള്ളവൻ. അല്ലാടെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് കമ്മിറ്റി ഓഫീസിന്റെ അകത്ത് അപ്പൊ പോലും നിർത്തൂല, അപ്പൊ പോലും ചർച്ച നിർത്തൂല. കയ്യിലിരിക്കണ ഫോൺ ഞാനും വെക്കാറില്ല, നിങ്ങളും വെക്കാറില്ല. സംസാരം സംസാരം സംസാരം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ ബാങ്ക് വിളിക്കണം നിനക്ക് നിസ്സാരായിപ്പോയി? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് നിസ്സാരം അല്ലേ? ആണിനും പെണ്ണിനും നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദര. നമ്മുടെ നാവ് ഒരു 5 മിനിറ്റ്. എടാ, രാഷ്ട്രീയക്കാരൻ അമുസ്ലിം നിർത്തൂടാ വഴുത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ. വോട്ട് പിടിക്കാനെങ്കിൽ വോട്ട് പിടിക്കാൻ എന്തോ ആവട്ടെ, അവന്റെ നിയത്ത് എന്തുമാകട്ടെ, അവൻ ആ ബാങ്കിനെ ബഹുമാനിക്കും. നമ്മളോ ഈ നിരന്നിരിക്കണ കാക്കാമാരുടെ ഭാര്യമാര് വീട്ടില് മക്കള് ടി വി കണ്ടോണ്ടിരിക്കുക, സിനിമ ഉടുതുണിയില്ലാതെ അരപ്പാവാടയിട്ട് ആടുന്നത് കണ്ടോണ്ടിരിക്കുക അമ്മായി മക്കളും. അപ്പോഴാ ബാങ്ക് വിളിക്കണം. ഉമ്മ ഒരു വിളിയുണ്ട്, ആമിന ബാങ്ക് വിളിക്കുന്നടി, ഒന്ന് സൗണ്ട് കുറയ്ക്കടി. എന്തേ പറയണേ? നിർത്താനല്ല പറയണത്. ഹാജിയാക്കന്മാരൊക്കെ കേട്ടോ. എടാ ഭാര്യ, നിന്റെ ഭാര്യ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ സാധനം പറയണത് സൗണ്ട് കുറയ്ക്കാനാ, എന്നാലും നിർത്താൻ പറയണില്ല. ഓക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. നമ്മുടെ നാട്ടിൽ ഒരുത്തൻ കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിക്കാൻ. ഒരുത്തൻ കള്ളുഷാപ്പിൽ പോയിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോഴാ ആ സപ്ലയർ കുറച്ച് ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഞണ്ടിന്റെ കറി കൊണ്ട് വെച്ചു കൊടുത്തപ്പോ ഓൻ പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കൽ കറാഹത്താണ്. ഓൻ കുടിക്കണ എന്താ? നിങ്ങൾക്ക് ചിരി വരണ? നിങ്ങളുടെ ഭാര്യയും ചെയ്യണ ഇത് തന്നെ. ഹറാമ് കണ്ടോണ്ടിരിക്കുക, അപ്പോഴാ ബാങ്ക് വിളിക്കണം. കുറയ്ക്കും മോളെ, എന്ത് കുറയ്ക്കാനാ? കൂട്ടാൻ തന്നെ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു വെക്കേ, പെണ്ണുങ്ങൾ തലേ തുണി ഇടുന്ന 2 സമയമുണ്ട്. എപ്പോഴൊക്കെ പറഞ്ഞങ്ങാതി ബാങ്ക് വിളിക്കുമ്പോ മുകളിലേക്ക് കയറും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ താഴേക്ക് ഇറങ്ങും. എന്തിനാ ഇടുന്നേ? അള്ളാനെ പേടിയില്ല അവക്ക്.
അള്ളാനെ പേടിയില്ല, തലയിൽ തുണിയിടാൻ അറിയാം ബാങ്ക് വിളിക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കാണെങ്കിൽ രണ്ടാമത് തലയിൽ തുണിയിടണമെങ്കിൽ പള്ളിയിലെ ഉസ്താദ് അതിലേക്കൂടെ വല്ലതും പോകണം, അപ്പം ഇടും. അത് ഉസ്താദ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അള്ളാനെ ആർക്കും പേടിയില്ല. ഇപ്പൊ കൊറോണയല്ലേ എല്ലാത്തിനും പേടി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ അരിച്ചൊക്കെ പള്ളിക്കകത്താ ഇപ്പൊ കൊറോണ, അങ്ങോട്ട് കയറണ്ടട്ടാ. ഇപ്പൊ പള്ളിക്കകത്ത് മാത്രമേ കൊറോണ ഉള്ളൂ, വേറെ പുറത്തൊരിടത്തും കൊറോണ ഇല്ല. ആ കൊറോണയാണ് നമ്മൾ പേടിക്കേണ്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാവർക്കും പേടി കൊറോണ വന്ന് മരിക്കൂന്ന. എടാ പൊന്നാര ചങ്ങാതി, ആരും മരിച്ചാലും നീ മരിക്കൂല. ഞാൻ ഉറപ്പിച്ചു പറയുന്ന, നമ്മളാരും കൊറോണ വന്ന് മരിക്കൂന്ന് പേടിക്കണ്ട. കാരണം അതിനൊരു യോഗം വേണം അതിന് മരിക്കണമെങ്കിൽ. 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അതിൽപ്പെട്ടതാ ഒന്ന് പ്ലേഗ് രോഗം വന്ന് മരിക്കുക. ഏകദേശം ഇതും അതുപോലെ ഒന്ന് തന്നെ. ആരെങ്കിലും അടുത്ത് പോകുന്നുണ്ടോ? കൂടെ കടന്നവള് പോലും ഇല്ല രോഗം വന്നു കഴിഞ്ഞാൽ. അതൊക്കെ പോട്ടെ. എടാ വിപത്ത് വന്ന് മരിച്ചാൽ ഇത് ലോകം തന്നെ വിപത്താണെന്ന് പ്രഖ്യാപിച്ചു, ദുരന്തമാണെന്ന്. ഇതൊരു വലിയ ദുരന്തമായി. അപ്പൊ ദുരന്തം 5 നേരം നിസ്കരിക്കുന്ന ഒരു വാപ്പ കൊറോണ വന്ന് മരിച്ചാൽ മയ്യത്ത് പോലും കാണിക്കാതെ നല്ലപോലെ കുളിപ്പിക്കാതെ JCBക്ക് കുഴിയെടുത്തിട്ട് ഷഹീദിനെ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ അടക്കണേ എന്ന് പഠിപ്പിച്ച. ഷഹീദിനെ എങ്ങനെ അപ്പൊ കുളിപ്പിക്കാൻ പറ്റുമോ? നല്ലപോലെ പൊതിയാൻ പറ്റുമോ? ഇട്ടിരിക്കണ വസ്ത്രത്തോടെ പൊതിഞ്ഞ് കബറടക്കണ്ടേ? അപ്പൊ ഷഹീദായി മരിക്കാൻ ഞാനോ നിങ്ങളോ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ വാപ്പ? ഒന്നുമില്ല. ആര് കൊറോണ വന്ന് മരിച്ചാലും നമ്മളൊന്നും മരിക്കില്ല. ധൈര്യമായിട്ട് നടന്നോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വല്ല എലിപ്പനി വന്ന് മരിക്കാതെ നോക്കിക്കോ. കൊറോണ വന്ന് നമ്മളൊന്നും മരിക്കൂല. കാരണം എന്തേ? അതിന് യോഗം വേണം. അള്ളാഹു മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നാവടക്കാത്തവൻ അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എന്തിനാ മരിക്കുന്ന സമയത്ത് അത് പറയുന്നത്? അത് ഓർമ്മയോടുകൂടി പറയാറല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടി കൊടുത്തവന് സ്വർഗമുണ്ട്, നന്മകൾ ചെയ്യുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗം കിട്ടുമെന്നാണ് പറഞ്ഞത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു. സഹാബ, അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. കടക്കുമെന്നല്ല, അവന് കടന്നു കഴിഞ്ഞു എന്നാ മുത്തുനബി പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട്, ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മുസ്ലിമേ, ബാങ്കിന്റെ ജവാബല്ലാതെ മറ്റുള്ളത് പറയുന്ന പെങ്ങള്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നിന്റെ കുടുംബക്കാരും നിന്റെ മക്കളും നിന്റെ കൂടപ്പറപ്പും ഇനി ഏതെങ്കിലും ഉസ്താദാകട്ടെ ആരുമാകട്ടെ നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ നിന്റെ നാവ് പൊങ്ങൂല, പറയാ നിനക്ക് കഴിയൂല. കാരണം മദ്രസയിൽ പഠിച്ചതാ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അതാ 4 വിഭാഗം ആൾക്കാര്. 4 പാപങ്ങൾ ചെയ്യുന്നവരുടെ നാക്കു പൊങ്ങൂല. എത്ര പറയാൻ അറിയുന്നതാണെങ്കിലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. ഈ പറയാൻ അറിയുന്ന നീ 4 പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാ അവന്റെ നാവ് കൊണ്ട് പറയൂല, പറയാൻ അവന് കഴിയില്ല. അതിനൊരു പാപമേതെന്നറിയുമോ? പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വാപ്പാ, ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് നിന്റെ നാവ് നിനക്കും നടക്കി വെക്കാൻ പറ്റുന്നില്ലല്ലോ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ ബാങ്കെന്ന് പറഞ്ഞ കളിയല്ലടോ, അത് തമാശയല്ലടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്നല്ലോ, അതാ ബാങ്ക് വിളിച്ച് തീർന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിനങ്ങ് ബാങ്ക് വിളിച്ച് തീരുമ്പോ നീ പറയേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ വബഅസുഹു മഖാമൻ മഅമൂദൻ الذي വഅദത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. പ്രതിഫലമറിയുമോ വാപ്പാ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന്റെ ജവാബ് പറഞ്ഞിട്ട് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ട് ഈ ദുആ ചെയ്തോ, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിലോ ഞാനും നിങ്ങളും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ചൂട് സഹിക്കാൻ കഴിയാതെ ശരീരത്തിലൂടെ വിയർപ്പെടുന്നവരെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലാഹുവേ, ഈ പാതിരാത്രി 9:30 ഇപ്പോഴും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. വിയർപ്പിന്റെ തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്. എങ്കിൽ ഇതൊന്നുമൊന്നുമല്ല വാപ്പാ, ഇതൊന്നും ഒരു ചൂടല്ല. ചൂടൊക്കെ എവിടെയെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോശ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അടുപ്പിലും ചോറ് വെക്കുമ്പോ ചോറ് കിടന്ന് തിളയ്ക്കുന്നത് പോലെ നിന്റെ മൂളയുണ്ടല്ലോ. ഈ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോ തിളച്ചു മറിയുമടാ ചെറുപ്പക്കാരാ. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ നിലവിളിയാട് ഓടുകയാണ്. ആദം നബിയുടെ മുന്നിൽ ചെല്ലുന്നു. അല്ലാഹുവേ, ഉപ്പാ, നിങ്ങളെ അല്ലാഹുവാണല്ലോ സൃഷ്ടിച്ചത്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ നിങ്ങളാണല്ലോ. അല്ലാഹുവല്ലേ നിങ്ങൾക്ക് റൂഹൂദിയത്. നിങ്ങൾ സ്വർഗത്തിലായിരുന്നില്ലേ ഉപ്പാ? ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? ഞങ്ങളെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ആദം നബി കാണിക്കുന്ന മക്കളെ ആയിരിക്കുന്നത് 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയാ. എന്റെ കാര്യം തന്നെ പ്രയാസമാ. ആദം നബി കൈവിടുകയാണ്. നൂഹ് നബിയുടെ ചാരത്ത് ചെന്നു. നൂഹ് നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ. ഇബ്രാഹിം നബി മൂസാ നബിയെ കാണിക്കുകയാ. അവിടുന്ന് ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹിയാ നബിയും യാക്കൂബ് നബിയും അയ്യൂബ് നബിയും ഓരോ പ്രവാചകന്മാര് കൈയൊഴിയുകയാ. അതാ അവസാനം റൂഹുല്ലാഹി ഈസാ നബിയുടെ ചാരത്ത് വന്നു. ഈസാ നബിയും പറയുന്നു, എനിക്കുമെന്ന് വല്ലാത്ത ഭയമാ. അടുത്ത വ്യക്തിയെ കാണിക്കുന്നു. ആരെന്നറിയുവോ? ഈ ലോകം തന്നെ സിദ്ധിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്.
മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹി ഓടിക്കുകയാണ്. പലരെയും അല്ലാഹുവിന്റെ റസൂൽ ആട്ടി ഓടിക്കുകയാ. അവർക്ക് മുത്തുനബിയുടെ ചാരത്ത് ചെല്ലാൻ കഴിയുന്നില്ല. അങ്ങനെ പടച്ചവരെ ആ നിൽക്കുന്ന ജനങ്ങളിൽ ഒരാളെ മുത്തുനബി അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഞാൻ നിനക്ക് സ്വർഗം തരാ, സ്വർഗത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. ആരെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ബാങ്കിന്റെ ജവാബ് പറഞ്ഞവന്. ആ ബാങ്ക് വിളിച്ചതിന് ശേഷം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ട് വജബത്തിലഹു ശഫാഅതി ബാങ്കിന്റെ ദുആ പറഞ്ഞവനുണ്ടല്ലോ, അവനെ മുത്തുനബി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് നിസാരമല്ല, അതിനെ പരിഗണിക്കട്, അതിന് മഹത്വം കൊടുക്കട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബാങ്ക് വിളിക്കാൻ കഴിയുന്നവര് ബാങ്ക് വിളിക്കൂ. അല്ലാതെ പടച്ചവനെ കഴിയാത്തവർ നീ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കൂ. അതിനും കഴിയുന്നില്ലോ, അതിനെ വിളിക്കുമ്പോ പറയുന്നത് പോലെ നീയും കൂടെ പറഞ്ഞു. അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബാങ്ക് വിളിക്കാൻ പറ്റുന്നവർ മുഅദ്ദിൻ ഉസ്താദിനോട് പറയണം, ഒരു ചാൻസ് താ, എനിക്കൊന്ന് വിളിക്കാൻ. ഞാൻ തെറ്റിക്കത്തൊന്നുമില്ല. ഏറ്റവും നല്ലത് സുബഹിക്ക് വിളിക്കല, അപ്പൊ പിന്നെ ആരും കേൾക്കത്തില്ലല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും നല്ലത് മുഅദ്ദിൻ ഉസ്താദിന്റെ അടുത്ത് പറയണം, ഒരു ചാൻസേ ഞാൻ തരൂല, എന്നാ ഇപ്പൊ 500ന്റെ നോട്ട് ഇല്ല, 2000ന്റെ നോട്ട് ഇൻഷാ അല്ലാഹ്, ഒരു ചാൻസ് താ, ചോദിക്ക്, ടിപ്പ് പൈസ കൊടുത്തിട്ട് വിളിക്ക്. അൽഹംദുലില്ലാ, പോയി ബാങ്ക് വിളിക്ക്, അല്ലാഹു നിന്റെ പാപം പുറത്തു തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടുത്തെ മുഅദ്ദിൻ രക്ഷപ്പെട്ടു. അല്ലാഹു ഈമാൻ നൽകുക. ഇനി അദ്ദേഹത്തിന് വലിയ വിഷമൊന്നും ഇല്ല. അങ്ങനെ വേണം, അദ്ദേഹം അങ്ങനെ വേണം, അതിന്റെ മഹത്വം അറിയണം, കയറി നിന്നിട്ട് വിളിക്കണം. ജമാഅത്തിന്റെ പ്രസിഡന്റ് ആരാ ഇപ്പൊ ഇവിടുത്തെ? ആചാര്യൻ വല്ലപ്പോഴും കയറി ഒരു ബാങ്ക് വിളിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. സെക്രട്ടറി ആരാപ്പാ? സെക്രട്ടറി എന്താപ്പാ? വല്ലപ്പോഴും കയറി വിളിക്കണം. അൽഹംദുലില്ലാ, പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ വിളിക്കും, കുഴപ്പമില്ല. കമ്മിറ്റിക്കാരൊക്കെ സമയം കിട്ടുമ്പോൾ കയറി ഓരോ വക്കത്ത് ബാങ്ക് വിളിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലൊരു മുഅദ്ദിനുണ്ട്, അസമയത്ത് കയറി ബാങ്ക് വിളിക്കും, അസമയത്ത് കയറി ബാങ്ക് വിളിക്കും. അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്റെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിളിക്കണേ? ആളെന്ന് പറഞ്ഞ് ഇത്തിരി നല്ല മറുപടി തരുന്ന ആളാ. നിങ്ങൾ ഇങ്ങനെ അസമയത്ത് 3 മണിക്കൊക്കെ ബാങ്ക് വിളിക്കും ഉച്ചയ്ക്ക്, എന്തേ ഇപ്പൊ നിങ്ങൾ അസമയത്ത് ബാങ്ക് വിളിക്കണേ? അപ്പൊ എന്നോട് പറഞ്ഞത്, നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ്. ശരിയാ അല്ലേ? അസമയത്ത് ബാങ്ക് വിളിച്ചാ പള്ളി കയറാത്തവനും വരും ചോദിക്കാൻ പള്ളിയിൽ. നിസ്കരിക്കാൻ പള്ളിയുടെ മുന്നിൽ കൂടെ നടന്നാലും അവൻ കയറൂല. എന്നാ 10 മണിക്കൊന്ന് ബാങ്ക് വിളിച്ചു വെക്കുക, ഈ വരാത്തവനായിരിക്കും ആദ്യം പള്ളി വരണേ. എന്നിട്ട് എന്താടാ ബോധമില്ല എനിക്ക്? അപ്പൊ ഇയാള് പറയണത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് എല്ലാരും ഉണ്ടോന്ന് കാണാൻ വേണ്ടിയാണ്. ഇവിടുത്തെ മുഅദ്ദിൻ അങ്ങനൊന്നും വിളിക്കണ്ട, പെട്ടിയെടുത്തോണ്ട് പോണ്ട വരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബാങ്ക് വിളിക്കാൻ പറ്റുന്നവർ വിളിക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് ഇഖാമത്തും കൊടുക്കുക. ഇനി അതിന് നിനക്ക് സമയമില്ലെങ്കിൽ മുഅദ്ദിൻ വിളിക്കുമ്പോൾ കൂടെ വിളിച്ചോ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി